ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഊർജ്ജമുണ്ട്. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും പതുക്കെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര വേഗം വയസ്സാകുമെന്നും ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടുമെന്നും ഒടുവിൽ നിങ്ങളുടെ ബോധം എത്രത്തോളം പരിമിതമാകുമെന്നും തീരുമാനിക്കുന്നത് ഇതേ ഊർജ്ജമാണ്. പ്രശ്നമെന്തെന്നാൽ ലോകത്തിലെ 99% ആളുകൾക്കും തങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ അദൃശ്യമായ ഊർജ്ജ ചോർച്ചയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നതാണ്. അവർ കരുതുന്നത് ക്ഷീണം അമിതമായി ജോലി ചെയ്യുന്നതുകൊണ്ടാണെന്നും വാർദ്ധക്യം കാലം കടന്നുപോകുന്നതിന്റെ ഫലമാണെന്നുമാണ്. എന്നാൽ അതല്ല സത്യം. പ്രാചീന യോഗികളും തന്ത്രശാസ്ത്രത്തിലെ ദാർശനികരും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ മഹാരഹസ്യം കണ്ടെത്തിയിരുന്നു. മനുഷ്യ ശരീരത്തിൽ ഒരു അപാരമായ ശക്തിയുണ്ടെന്നും ഒരു പ്രപഞ്ച ഇന്ധനമുണ്ടെന്നും അവർ തങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി. അത് താഴേക്ക് മാത്രം ഒഴുകാൻ അനുവദിച്ചാൽ അത് നിങ്ങളെ മരണത്തിലേക്കും ശൂന്യതയിലേക്കും നയിക്കും. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അതിന്റെ ദിശ മാറ്റാൻ കഴിഞ്ഞാൽ ആ ഊർജ്ജത്തിന് നിങ്ങളുടെ തലച്ചോറിനെയും മുഴുവൻ നാഡീവ്യവസ്ഥയെയും ആധുനിക ശാസ്ത്രത്തിന് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയും. യോഗയുടെയും തന്ത്രത്തിന്റെയും ഈ പരമരഹസ്യത്തെയാണ് അപാനവായു എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെ നിയന്ത്രിക്കാമെന്നും എങ്ങനെ തിരിച്ചുവിടാമെന്നും നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ അനുഭവങ്ങൾക്കും ധാരണകൾക്കും തികച്ചും അതീതമായ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ആരംഭിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ വളരെ അപകടകരമായ ഒരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. അഹങ്കാരത്തോടെയോ തെറ്റായ രീതിയിലോ ഇത് ചെയ്താൽ ഈ സാധന നേട്ടങ്ങൾക്ക് പകരം വിനാശം കൊണ്ടുവന്നേക്കാം. അതിനാൽ ഇത് വളരെ ആഴത്തിലും പൂർണ്ണമായ സാക്ഷിഭാവത്തോടെയും മനസ്സിലാക്കുക. നിങ്ങൾ ജീവിതം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശ്വാസമെടുക്കുന്നതാണ് ജീവിതമെന്ന് നിങ്ങൾ കരുതുന്നു. വായു അകത്തേക്ക് കയറി പുറത്തേക്ക് വന്നു. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് വെറുമൊരു ശരീരത്തിന്റെ യാന്ത്രികത മാത്രമാണ്, ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു കാര്യം. ഇതൊരു രാസപ്രക്രിയ മാത്രമാണ്. എന്നാൽ പ്രാചീനരായ ദാർശനികർ വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു, ശ്വാസം ഒരു വാഹനം മാത്രമാണെന്ന്. അതൊരു രഥമാണ്. ഈ ശ്വാസത്തിൽ കയറി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പ്രാണനാണ്. ഈ പ്രപഞ്ചവുമായും നക്ഷത്രങ്ങളുമായും അസ്തിത്വത്തിന്റെ ഉറവിടവുമായും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രപഞ്ച ഊർജ്ജമാണത്. യോഗശാസ്ത്രം ഈ പ്രാണനെ, ഈ ജീവോർജ്ജത്തെ ഒന്നല്ല 5 വ്യത്യസ്ത ധാരകളായി തിരിച്ചിട്ടുണ്ട്. ഇവയെ പഞ്ചവായുക്കൾ എന്ന് വിളിക്കുന്നു. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. വായു എന്നാൽ ഓക്സിജനോ കാറ്റോ മാത്രമല്ല. വായു എന്നാൽ ചലനം, ഒഴുക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒഴുകുന്ന ശുദ്ധമായ ഒരു ബോധം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഊർജ്ജം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരു ഊർജ്ജം നിങ്ങളുടെ ഹൃദയമിടിപ്പിക്കുന്നു. മറ്റൊന്ന് നിങ്ങളുടെ തലച്ചോറിന് ചിന്തകൾ നൽകുന്നു. മറ്റൊന്ന് നിങ്ങളുടെ ഭക്ഷണം ദഹിപ്പിച്ച് രക്തമാക്കി മാറ്റുന്നു. എന്നാൽ ഈ 5 എണ്ണത്തിൽ ഒരു ഊർജ്ജം മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. അത് അവന്റെ സങ്കടങ്ങളുടെ മൂലകാരണമാണ്, വിരോധാഭാസമെന്ന് പറയട്ടെ. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യവും മോചനത്തിലേക്കുള്ള വാതിലും. ആ ഊർജ്ജത്തിന്റെ പേരാണ് അപാനവായു. എന്താണ് അപാനൻ? അപാനൻ എന്നാൽ ലളിതമായി പറഞ്ഞാൽ ഗുരുത്വാകർഷണം. താഴേക്കൊഴുകുന്ന ഊർജ്ജമാണ് അപാനൻ. നിങ്ങളുടെ പൊക്കിൾ മുതൽ മൂലാധാര ചക്രം വരെ, നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങൾ വരെയുള്ള എല്ലാ ചലനങ്ങളും ഒഴുക്കുകളും അപാനനാണ്. ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ടതായ മലം, മൂത്രം, വിയർപ്പ്, ജനനരസങ്ങൾ എന്നിവയെല്ലാം പുറന്തള്ളുന്നത് ഈ അപാനവായുവിലൂടെയാണ്. കൃത്യമായി ഈ ബിന്ദുവിലാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള സംഘർഷവും ഏറ്റവും വലിയ ദൗർഭാഗ്യവും മറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. പ്രകൃതി അപാനനെ സൃഷ്ടിച്ചത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പുറത്തേക്ക് കളയാനാണ്. ശരീരത്തെ ശുദ്ധവും ഭാരം കുറഞ്ഞതുമാക്കി നിലനിർത്താൻ ഊർജ്ജം താഴേക്കൊഴുകേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. എന്നാൽ മനുഷ്യൻ വെറുമൊരു ഭൗതിക ശരീരം മാത്രമല്ല. നിങ്ങളുടെ ബോധവും നിങ്ങളുടെ അടിസ്ഥാന ജീവോർജ്ജവും ഈ അപാനന്റെ പാതയിലൂടെ നിരന്തരം പുറത്തേക്കൊഴുകുകയാണ്. അടിയിൽ വലിയ ദ്വാരമുള്ള ഒരു മൺകുടം പോലെയാണ് നിങ്ങൾ. മുകളിൽ നിന്ന് നിങ്ങൾ പ്രാണനെ വലിച്ചെടുക്കുന്നു, പ്രപഞ്ചത്തിൽ നിന്ന് ഊർജ്ജമെടുക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ആ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നില്ല. അത് സംഭരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ താഴെയുള്ള ദ്വാരങ്ങളിലൂടെ, അപാനവായുവിലൂടെ അത് നിരന്തരം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടം ഒരിക്കലും നിറയുന്നില്ല. നിങ്ങളിൽ കാമം നിറയുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ കടുത്ത നെഗറ്റിവിറ്റിയിൽ മുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഊർജ്ജം അതിവേഗം താഴേക്ക് പായുന്നു. കാമവാസന അപാനന്റെ ഏറ്റവും തീവ്രവും ഉഗ്രവുമായ രൂപമാണ്. ഊർജ്ജം താഴേക്ക് പതിക്കുന്നു, ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്നു. നിങ്ങൾക്ക് ക്ഷണികമായ ഒരു സുഖം ലഭിക്കുന്നു. എന്നാൽ ആ ക്ഷണിക സുഖത്തിന് തൊട്ടുപിന്നാലെ ആഴത്തിലുള്ള ക്ഷീണവും വിഷാദവും വല്ലാത്തൊരു ശൂന്യതയും അനുഭവപ്പെടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ ശൂന്യത? കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കേവലം ശാരീരികമായ ഒരു ദ്രാവകം മാത്രമല്ല, നിങ്ങളുടെ ബോധത്തിന്റെ ഒരു ഭാഗം, നിങ്ങളുടെ ജീവോർജ്ജത്തിന്റെ വിലപ്പെട്ട ഒരു തുള്ളി കൂടിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്.
ഇതാണ് നിങ്ങളുടെ വാർദ്ധക്യത്തിന്റെയും മരണത്തിന്റെയും യഥാർത്ഥ കാരണം. കോശങ്ങൾ പഴയതാകുന്നുവെന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിക്കുന്നുവെന്നും അതുകൊണ്ടാണ് നിങ്ങൾ വൃദ്ധരാകുന്നതെന്നും ആധുനിക ശാസ്ത്രം പറയുന്നു. എന്നാൽ തന്ത്രശാസ്ത്രത്തിന്റെ രഹസ്യം പറയുന്നത് മറ്റൊന്നാണ്. കലണ്ടറിലെ പേജുകൾ മറിയുന്നതുകൊണ്ടല്ല നിങ്ങൾ വയസ്സാകുന്നത് എന്നവർ പറയുന്നു. നിങ്ങളുടെ ജീവോർജ്ജം നിരന്തരം പുറത്തേക്ക് ഒഴുകുന്നതുകൊണ്ടാണ് നിങ്ങൾ വയസ്സാകുന്നത്. അബാനന്റെ ഈ നിരന്തരമായ താഴേക്കുള്ള ഒഴുക്ക് കാരണമാണ് ശരീരം വിഘടനത്തിലേക്ക് പോകുന്നത്. ഈ ഊർജ്ജം താഴേക്ക് ഒഴുകുന്ന കാലത്തോളം നിങ്ങൾ മരണത്തിന്റെയും സമയത്തിന്റെയും അടിമയായിരിക്കും. ഈ ഗുരുത്വാകർഷണം എത്രത്തോളം ശക്തമാണെന്നാൽ മഹാനായ തപസ്വികളും യോഗികളും പോലും ഇതിനു മുന്നിൽ പരാജയപ്പെടുന്നു. നാഥസമ്പ്രദായത്തിലെ വളരെ നിഗൂഢവും സത്യവുമായ ഒരു സംഭവമുണ്ട്. ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. യോഗയുടെ ആദ്യ ഗുരുക്കന്മാർക്കാക്കപ്പെടുന്ന അപാരമായ സിദ്ധികളുണ്ടായിരുന്ന മഹാനായ സിദ്ധൻ മത്സ്യേന്ദ്രനാഥ് പോലും ഒരിക്കൽ അബാനന്റെ ഈ ഭയാനകമായ ഒഴുക്കിൽപ്പെട്ടുപോയി. അദ്ദേഹം സ്ത്രീകളുടെ രാജ്യത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് രാജ്ഞിയുടെ പ്രണയത്തിന്റെയും കാമത്തിന്റെയും വലയിൽപ്പെട്ട് തന്റെ ഉണർന്ന ഊർജ്ജവും തന്റെ ഊർധ്വഗതിയും നഷ്ടപ്പെടുത്തി. താൻ ആരാണെന്ന് അദ്ദേഹം മറന്നുപോയി. സഹസ്രാരം വരെ എത്തിയ അദ്ദേഹത്തിന്റെ ഊർജ്ജം വീണ്ടും മൂലാധാരത്തിലേക്ക് താഴേക്കൊഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അബാനൻ ഭാരമുള്ളതായി മാറി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പരമശിഷ്യനായ ഗോരഖ്നാഥിന് തന്റെ ഗുരുവിനെ ഉണർത്താൻ പോകേണ്ടി വന്നത്. ഗോരഖ്നാഥ് അവിടെ ചെന്ന് മൃദംഗത്തിൽ വളരെ നിഗൂഢമായ ഒരു ഈണം വായിച്ചു. ജാഗ് മച്ചന്ദർ ഗോരഖായ. ഇത് വെറുമൊരു ഗുരുവിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനുള്ള വിളിയായിരുന്നില്ല. അത് ഉറങ്ങിക്കിടക്കുന്ന ബോധത്തെയും താഴേക്ക് വീഴുന്ന അപാനവായുവിനെയും തിരികെ മുകളിലേക്ക് തിരിച്ചുവിടാൻ മൂലാധാരത്തിലേൽപ്പിച്ച ഒരു ആത്മീയ പ്രഹരമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും മഹാനായ സിദ്ധന്മാർക്ക് പോലും ഈ ഗുരുത്വാകർഷണത്തിന് ഇരയാകാമെങ്കിൽ, അവരുടെ ഊർജ്ജം പോലും താഴേക്ക് വീഴാമെങ്കിൽ, ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? നാം ദിവസവും ഈ അബാനന്റെ ഒഴുക്കിൽ ഒഴുകി നടക്കുകയാണ്. ഒഴുകുന്ന ഈ നദിയെ പുറകോട്ട് തിരിച്ചുവിടാൻ കഴിയുമോ എന്ന ഒറ്റ ബിന്ദുവിലാണ് മുഴുവൻ സാധനയും യോഗയും നിലകൊള്ളുന്നത്. ഈ അപാനവായു തിരിയുന്ന ദിവസം, ഈ ലീക്കേജ് നിൽക്കുന്ന ദിവസം നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഫോടനം സംഭവിക്കുന്നു. അത് നിങ്ങളെ സമയത്തിനതീതമായി കൊണ്ടുപോകുന്നു. പുരാതന കാലത്തെ ഋഷിമാർ വളരെ വിലപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അബാനനെ ജയിക്കുന്നവൻ കാലത്തെ ജയിക്കുന്നു. കാലമെന്നാൽ സമയം, സമയമെന്നാൽ മരണം. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ആളുകൾ പലപ്പോഴും വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. മനുഷ്യന്റെ മനസ്സ് വാക്കുകളെ പിടിച്ചെടുക്കുകയും അവയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന സത്യത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അമരനാകുക എന്നാൽ ഈ മാംസശരീരം എന്നേക്കുമായി നിലനിൽക്കും എന്നല്ല അർത്ഥമാക്കുന്നത്. ഉണ്ടായതെന്തും നശിക്കും. പ്രകൃതി നിയമം ലംഘിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇത് അക്ഷരാർത്ഥത്തിലെടുത്ത് ശരീരത്തിന്റെ മലമൂത്ര വിസർജനം പൂർണ്ണമായും നിർത്തിയാൽ നിങ്ങൾ അമരനാകുമെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ അമരനാകില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിഷമുണ്ടാക്കും. ശരീരം വിഷമയമാകും. തന്ത്രശാസ്ത്രം വിരൽ ചൂണ്ടുന്നത് മറ്റൊരിടത്തേക്കാണ്. തന്ത്രത്തിന്റെ സൂചന വളരെ സൂക്ഷ്മമാണ്. ആ സൂചന ബിന്ദുവിലേക്കാണ്. എന്താണ് ബിന്ദു? ബിന്ദു എന്നാൽ പുതിയൊരു ജീവന് ജന്മം നൽകാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ പരമമായ ഊർജ്ജമാണ്. ആ സാന്ദ്രമായ ജീവരസമാണ്. ഈ രസം താഴേക്ക് വീഴുമ്പോൾ ലോകത്തിൽ ഒരു പുതിയ ശരീരം ജനിക്കുന്നു. പ്രകൃതിയുടെ സൃഷ്ടിയുടെ ഒരു ഉപകരണമായി നിങ്ങൾ മാറുന്നു. എന്നാൽ ഈ രസം താഴേക്ക് വീഴാതിരിക്കുകയും ബോധപൂർവം ഈ അബാനന്റെ ദിശ മാറുകയും അത് നട്ടെല്ലിലൂടെ മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം പുനർജന്മം സംഭവിക്കുന്നു. നിങ്ങൾ ഉള്ളിൽ നിന്ന് ഒരു പുതിയ ഉണർന്ന ബോധത്തിന് ജന്മം നൽകുന്നു. ഓരോ തവണ ഈ ഊർജ്ജം അബോധാവസ്ഥയിൽ വീഴുമ്പോഴും നിങ്ങൾ കുറച്ചുകൂടി പ്രായമുള്ളവരാകുന്നു. നിങ്ങൾ മരണത്തിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നു. നിങ്ങളുടെ ജീവശാസ്ത്രപരമായ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയാണ്. എന്നാൽ നിങ്ങൾ ഇതിനെ സംരക്ഷിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ അത്ഭുതകരമായ ഒന്നാണ് സംഭവിക്കുന്നത്. മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ ചെലവഴിക്കേണ്ടിയിരുന്ന അപാരമായ ആ ഊർജ്ജം ഇപ്പോൾ ശരീരത്തിനുള്ളിൽ തന്നെ കറങ്ങാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ സ്വന്തം കോശങ്ങളെ നന്നാക്കാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ നാഡീവ്യവസ്ഥയ്ക്ക് ഒരു പുതിയ തിളക്കവും പുതിയ ഓജസ്സും നൽകുന്നു. ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുക. ഗുരുത്വാകർഷണം എല്ലാത്തിനെയും താഴേക്ക് വലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാരമുള്ളതെന്തും താഴേക്ക് വീഴും. നിങ്ങളുടെ വാസനകളും നിങ്ങളുടെ പ്രവണതകളും നിങ്ങളുടെ അപാനനും എല്ലാം താഴേക്കാണ് ഓടുന്നത്. ഇതൊരു സ്വാഭാവിക ഒഴുക്കാണ്. എന്നാൽ തന്ത്രം പറയുന്നു, പ്രകൃതിയുടെ ഒഴുക്കിനൊപ്പം ഒഴുകുന്നവൻ സാധാരണ മൃഗം മാത്രമാണെന്ന്. ഈ ഒഴുക്കിനെ മറികടക്കാൻ കഴിയുക എന്നതാണ് മനുഷ്യനാകുന്നതിന്റെ അർത്ഥം. താഴേക്ക് ഒഴുകുന്ന നദിയെ പർവ്വതത്തിന്റെ മുകളിലേക്ക് തിരിച്ചുവിടാൻ കഴിയുമോ? ഇവിടെയാണ് യോഗയിലെ ഏറ്റവും രഹസ്യമായ ശാസ്ത്രം പിറവിയെടുക്കുന്നത്. ബന്ധങ്ങളുടെയും മുദ്രകളുടെയും ശാസ്ത്രം. ബന്ധം എന്നതിന്റെ അർത്ഥമെന്താണ്? ശരീരത്തിലെ ചില പേശികളെ ശക്തമായി ചുരുക്കുന്നതാണ് ബന്ധം എന്ന ആളുകൾ കരുതുന്നു. പാശ്ചാത്യ വ്യായാമങ്ങളെപ്പോലെ ഇതിനെയും ആളുകൾ ഒരു ശാരീരിക വ്യായാമമായി കണക്കാക്കുന്നു. ഇത് തികച്ചും മണ്ടത്തരമാണ്. ഊർജം പുറത്തുപോകുന്ന വാതിലുകൾ ബോധം ഉപയോഗിച്ച് അടച്ചുപൂട്ടുക എന്നതാണ് ബന്ധത്തിന്റെ യഥാർത്ഥ അർത്ഥം. ഊർജ്ജസ്വലമായ ഒരു മുദ്ര പതിപ്പിക്കുക.
ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മൂലബന്ധം. നിങ്ങളുടെ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം നിങ്ങളുടെ മൂലാധാരം. അപാനവായു നിരന്തരം പുറത്തേക്കും താഴേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാതിലാണിത്. ഒരു സാധകൻ മൂലബന്ധം പ്രയോഗിക്കുമ്പോൾ അവൻ തന്റെ കീഴ്ഭാഗം ചുരുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ തന്റെ പൂർണ്ണമായ അവബോധവും ശ്രദ്ധയും അവിടേക്ക് കൊണ്ടുപോകുന്നു. അതൊരു സൂക്ഷ്മമായ സങ്കോചമാണ്. വീഴുന്ന ഒരു വസ്തുവിനെ നിങ്ങൾ ഉള്ളിലേക്ക് തിരികെ വലിക്കുന്നതുപോലെയുള്ള ഒരു വലിപ്പാണത്. നിങ്ങൾ വാതിലടയ്ക്കുന്നു. നിങ്ങൾ അപാനന് നേരിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നു. ഇനി പുറത്തുപോകാനുള്ള വഴി അടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് തിരികെ മടങ്ങണം. ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടെത്താൻ തുടങ്ങിയ കാര്യം തന്ത്രശാസ്ത്രത്തിലെ സിദ്ധന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കിയിരുന്നു. നിങ്ങളുടെ മൂലാധാരത്തിനടുത്തായി നിങ്ങളുടെ തലച്ചോറുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ചില ഞരമ്പുകളുണ്ടെന്ന് ശാസ്ത്രം ഇന്ന് പറയുന്നു. നിങ്ങൾ ബോധപൂർവം മൂലബന്ധം പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഞരമ്പുകളിലേക്കൊരു സന്ദേശം അയക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു. ശരീരത്തെ അഗാധമായ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റമാണിത്. അത് നിങ്ങളുടെ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സമ്മർദ്ദത്തെ ഉടൻ ശമിപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. താഴെയുള്ള വാതിൽ അടച്ച നിമിഷം, അപാനന്റെ ചോർച്ച തടഞ്ഞ നിമിഷം, അടിയന്തരാവസ്ഥയൊന്നുമില്ലെന്ന വാർത്ത നിങ്ങളുടെ തലച്ചോറിലെത്തും. ഊർജം പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. അഗാധമായ ഉറക്കത്തേക്കാൾ തെളിമയുള്ള ഒരു വിശ്രമത്തിലേക്ക് നിങ്ങളുടെ ശരീരം ഇറങ്ങാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശാന്തമാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉള്ളിലെ സംഘർഷവും പിരിമുറുക്കവും പൂജ്യമാകാൻ തുടങ്ങിപ്പിച്ച ആ അത്ഭുതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇനി ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കണ്ണടച്ച് നിശബ്ദമായി ഇരിക്കുന്നതിന് മാത്രമല്ല യോഗ എന്ന് പറയുന്നത്. യോഗ ഒരു പരമമായ ശാസ്ത്രമാണ്. ഉള്ളിലെ മഹാവിസ്ഫോടനത്തിന്റെ ശാസ്ത്രം. നിങ്ങൾ മൂലബന്ധം, ഉഡ്ഡിയാനബന്ധം എന്നിവയിലൂടെ അപാനനെ മുകളിലേക്ക് തള്ളുമ്പോൾ നിങ്ങൾ ശരീരത്തിനുള്ളിൽ ഒരു മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വിപരീത ദിശകളിൽ ഒഴുകുന്ന രണ്ട് ഊർജങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ഭാഗത്തുള്ള പ്രാണവായു. ഈ ഊർജം ആകാശത്ത് ന സ്വരചിഹ്നം, ഈ ന ചന്ദ്രക്കല ന ഇറങ്ങിവന്ന് താഴേക്ക് നാഭിക്കരികിലേക്ക് ഒഴുകാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, നാഭിക്ക് താഴെ മൂലാധാരം വരെ ഉണ്ടായിരുന്ന അപാനവായു. എന്നാൽ ബന്ധങ്ങളുടെ പ്രയോഗത്തിലൂടെ നിങ്ങൾ അതിനെ നിർബന്ധപൂർവം മുകളിലേക്ക് തിരിച്ചുവിട്ടു. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എതിർദിശകളിൽ നിന്ന് വരുന്ന രണ്ട് നദികളോ രണ്ട് ഭയങ്കര കൊടുങ്കാറ്റുകളോ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ചുഴി രൂപപ്പെടുന്നു. തീവ്രമായ ഒരു മഥനം ആരംഭിക്കുന്നു. യോഗയുടെ ഭാഷയിൽ താഴേക്ക് വരുന്ന പ്രാണവായുവും മുകളിലേക്ക് തള്ളപ്പെട്ട അപാനവായുവും നിങ്ങളുടെ നാഭിചക്രത്തിൽ വെച്ച് കൂട്ടിയിടിക്കുമ്പോൾ ഭയങ്കരമായ ഒരു സംഘർഷമുണ്ടാകുന്നു. ഇതൊരു സാധാരണ കണ്ടുപിടുത്തമല്ല. വിജ്ഞാന ഭൈരവതന്ത്രത്തിലെ ആഴത്തിലുള്ള സൂത്രങ്ങളിൽ ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് കൃത്യമായി ഈ രഹസ്യമാണ് വിശദീകരിക്കുന്നത്. ശിവൻ പറയുന്നു, ശ്വാസം അകത്തേക്ക് വരുമ്പോഴും ഉച്ഛ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഇവ രണ്ടിനുമിടയിലുള്ള ആ ഇടവേള, ആ നിശ്ചലാവസ്ഥയിലാണ് നിങ്ങളുടെ യഥാർത്ഥ ബോധം മറഞ്ഞിരിക്കുന്നത്. ഒരു യോഗി തന്റെ ബന്ധങ്ങളിലൂടെ പ്രാണനെ താഴേക്കും അപാനനെ മുകളിലേക്കും തള്ളുമ്പോൾ ഭൈരവന്റെ ആ പരമമായ അഗ്നിനാഭിക്കരികിൽ ജ്വലിക്കുന്നു. ഇതൊരു സാധാരണ വയറ്റിലെ തീയല്ല, പദാർത്ഥത്തെ ബോധമാക്കി മാറ്റാൻ കഴിവുള്ള പരമമായ അഗ്നിയാണിത്. നിങ്ങൾ ശ്വാസം പിടിച്ചു നിർത്തുന്നു. ഇതിനെ കുംഭകമെന്ന് വിളിക്കുന്നു. ഈ അഗ്നിയെ കൂടുതൽ ആളിക്കത്തിക്കുന്ന മാസ്റ്റർ താക്കോലാണ് കുംഭകം. നാഭിയുടെ കേന്ദ്രത്തിൽ രണ്ട് ഊർജങ്ങളും പരസ്പരം ലയിക്കാൻ തുടങ്ങുന്നു. ഈ ഭയങ്കരമായ കൂടിച്ചേരലിൽ നിന്നുണ്ടാകുന്ന ചൂടും മഹാ അഗ്നിയും നേരെ പോയി നിങ്ങളുടെ മൂലാധാര ചക്രത്തിലടിക്കുന്നു. അവിടെ മൂലാധാരത്തിൽ നൂറ്റാണ്ടുകളായി ജന്മജന്മാന്തരങ്ങളായി ഒരു ഊർജം ഗാഠനിദ്രയിലുണ്ട്. ബോധമില്ലാതെ 3.5 ചുറ്റുകൾ ചുറ്റിക്കിടക്കുന്ന ഒരു സർപ്പത്തെപ്പോലെ. അതിനെയാണ് കുണ്ടലിനി എന്ന് വിളിക്കുന്നത്. നാഭിയിലെ ഈ അഗ്നിജ്വാലകൾ താഴേക്ക് ആഞ്ഞടിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന ഈ കുണ്ടലിനിയെ ചൂടാക്കുകയും ചെയ്യുമ്പോൾ അത് പിടഞ്ഞെഴുന്നേൽക്കുന്നു. തീ പിടിക്കുമ്പോൾ ഒരു പാമ്പ് നേരെ നിൽക്കുന്നതുപോലെ ഈ അഗ്നി കുണ്ടലിനിയെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ അതിന് താഴേക്ക് പോകാൻ വഴിയില്ല. കാരണം നിങ്ങൾ മൂലബന്ധം ഉപയോഗിച്ച് താഴത്തെ വാതിൽ ശാശ്വതമായി അടച്ചിരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, നടുവിലൂടെയുള്ള വഴി. സുഷുമ്ന നാഡി. പ്രാണന്റെയും അപാനന്റെയും കൂട്ടിയിടിയിൽ നിന്നുണ്ടായ ഈ അഗ്നി വളരെ രൂക്ഷമായതിനാൽ അത് സുഷുമ്നയുടെ അടഞ്ഞ വാതിൽ തകർക്കുന്നു. ഉണർന്ന കുണ്ടലിനി ഈ മധ്യപാതയിലൂടെ ഈ അഗ്നിയുടെ തള്ളൽ മൂലം അമ്പുപോലെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. ഈ ഊർജം നിങ്ങളുടെ നട്ടെല്ലിലൂടെ തലച്ചോറിലെത്തുമ്പോൾ അത് നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ നേരിട്ട് പ്രഹരിക്കുന്നു. സാധാരണയായി നിങ്ങളുടെ തലച്ചോറ് വളരെ പരിമിതമായ ഊർജത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇരുട്ടിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ മഹാ ഊർജം ആജ്ഞാചക്രത്തെ ഭേദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രജ്ഞ ജനിക്കുന്നു. നിങ്ങളുടെ മൂന്നാം കണ്ണ് തുറക്കുന്നു. ഭൗതികമായിട്ടല്ല, മറിച്ച് ബോധത്തിന്റെ തലത്തിൽ. ഈ രണ്ട് ഭൗതിക കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാത്തതെല്ലാം നിങ്ങൾക്ക് കാണാൻ തുടങ്ങുന്നു. നിങ്ങൾ സമയത്തിനും സ്ഥലത്തിനും അതീതമായി കാണാൻ തുടങ്ങുന്നു.
തലച്ചോറിലെ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് സജീവമാകുന്നു. ശാസ്ത്രം ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. ഡാർക്ക് സൈക്കോളജിയിലും ഡിപ്രഷനിലും കുടുങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ഒരു കോസ്മിക് പ്രകാശത്താൽ നിറയുന്നു. വിവേകാനന്ദന്റെ ജീവിതമാണ് ഇതിന്റെ ഏറ്റവും വലുതും ജീവിക്കുന്നതുമായ തെളിവ്. അദ്ദേഹം അമേരിക്കയിലായിരുന്നപ്പോൾ വലിയ പുസ്തകങ്ങൾ ഒരിക്കൽ മാത്രം മറച്ചുനോക്കി ഓർമ്മിച്ചെടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി കണ്ട് പാശ്ചാത്യ ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടു. ഇതിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ ഇതൊരു അത്ഭുതമോ മാന്ത്രികതയോ അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് അഖണ്ഡമായ ബ്രഹ്മചര്യത്തിന്റെയും ഊർജ്ജത്തിന്റെ ഊർധ്വഗതിയുടെയും ശുദ്ധമായ ശാസ്ത്രമാണ്. നിങ്ങളുടെ ജീവോർജ്ജം താഴേക്ക് ഒഴുകുന്നത് തടയുമ്പോൾ ആ ഊർജ്ജം തലച്ചോറിലേക്ക് പോകുകയും ഓജസ്സായി മാറുകയും ചെയ്യുന്നു. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണരാത്ത തലച്ചോറിന്റെ ഭാഗങ്ങളെ ഉണർത്തുന്ന ദൈവിക ഇന്ധനമാണ് ഓജസ്. വിവേകാനന്ദന്റെ കണ്ണുകളിലെ ആ തിളക്കവും മുഖത്തെ പ്രഭയും നിസ്സാരമായിരുന്നില്ല. അത് അപാനൻ തലച്ചോറിൽ എത്തിയതിന്റെയും ആജ്ഞാചക്രം ഉണർന്നതിന്റെയും നേരിട്ടുള്ള ഫലമായിരുന്നു. ഇത് വളരെ ആഴത്തിലും പൂർണ്ണബോധത്തോടെയും മനസ്സിലാക്കുക. മനുഷ്യന്റെ മനസ്സ് വളരെ അത്യാഗ്രഹവും അഹങ്കാരവും നിറഞ്ഞതാണ്. അപാനനെ തിരിച്ചുവിട്ടാൽ അമൃതത്വം ലഭിക്കുമെന്നും കുണ്ടലിനി ഉണരുമെന്നും തേർഡ് ഐ പോലെയുള്ള അമാനുഷിക ശക്തികൾ ലഭിക്കുമെന്നും കേൾക്കുമ്പോൾ അവന്റെ അഹങ്കാരം ഉടൻ ഓടിയെത്തുന്നു. നാളെ മുതൽ ഞാനും ശ്വാസം അടക്കിപ്പിടിക്കുമെന്നും മൂലബന്ധം പ്രയോഗിച്ച് എന്റെ ഊർജ്ജം തലച്ചോറിലേക്കുയർത്തുമെന്നും അവൻ ചിന്തിക്കും. ഇവിടെ നിന്നാണ് പതനം ആരംഭിക്കുന്നതും ഏറ്റവും വലിയ അപകടം ഉടലെടുക്കുന്നതും. തന്ത്രത്തിന്റെയും യോഗയുടെയും ഈ പാത ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇതിനെ സൃഷ്ടിക്കാനും കഴിയും, നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനും കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 10 വാട്ട് ശേഷിയുള്ള ദുർബലമായ ഒരു ബൾബിലൂടെ നിങ്ങൾ 10,000 വോൾട്ട് ഹൈ ടെൻഷൻ വൈദ്യുതി കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ബൾബ് പ്രകാശം നൽകില്ല. ബൾബ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കും. നിങ്ങളുടെ നാഡീവ്യവസ്ഥ ഇപ്പോൾ വളരെ ദുർബലമാണ്. അത് കാമം, കോപം, അസൂയ, ചെറിയ ചെറിയ ആകുലതകൾ എന്നിവ ശീലിച്ചതാണ്. ഊർജ്ജം അന്ധമാണ്. അതിന് തനതായ ധാർമ്മിക സ്വഭാവമില്ല. ഉള്ളിലുള്ളതിനെ വലുതാക്കി കാണിക്കുന്ന ഒരു ആംപ്ലിഫയർ മാത്രമാണത്. നിങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കാതെ, സാക്ഷിഭാവത്തിലേക്ക് വരാതെ നിങ്ങൾ ബലപ്രയോഗത്തിലൂടെ ഊർജ്ജത്തെ മുകളിലേക്ക് തള്ളിയാൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം 1000 മടങ്ങ് വലുതായി പുറത്തുവരും. നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഇരുട്ടും അടിച്ചമർത്തപ്പെട്ട പ്രവണതകളുമെല്ലാം ഭയാനകമായ രൂപം കൊള്ളും. പലർക്കും ഭ്രാന്ത് പിടിക്കുന്നു. അവരുടെ നാഡീവ്യവസ്ഥ കത്തിനശിക്കുന്നു. ഞാൻ സിദ്ധനായി എന്ന ഭയങ്കരമായ ആത്മീയ അഹങ്കാരം അവരിൽ ജനിക്കുന്നു. ഗീതയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അമിതമായി കഴിക്കുന്നവനോ അല്ലെങ്കിൽ തീരെ കഴിക്കാത്തവനോ ഉള്ളതല്ല യോഗ എന്ന്. അമിതമായി ഉറങ്ങുന്നവനോ തീരെ ഉറങ്ങാത്തവനോ ഉള്ളതല്ല ഇത്. യോഗ സന്തുലിതാവസ്ഥയുടെ പാതയാണ്. അതുകൊണ്ടാണ് പ്രാചീനരായ ദാർശനികർ അപാനനെ നേരിട്ട് തിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാതിരുന്നത്. അവർ ആദ്യം നാഡീശുദ്ധിയെക്കുറിച്ചാണ് സംസാരിച്ചത്. നിങ്ങളുടെ ആഹാരം സാത്വികമായിരിക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കോണും ഭാരം കുറഞ്ഞതായിരിക്കണം. ഒരു ഓടക്കുഴൽ പോലെ. ഓടക്കുഴൽ ഉള്ളിൽ നിന്ന് തികച്ചും ശൂന്യമാണ്. അപ്പോൾ മാത്രമേ അതിൽ നിന്ന് ദിവ്യമായ ഒരു ഗാനം പിറവിയെടുക്കുകയുള്ളൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കി ശൂന്യമാക്കണം. ഇതെല്ലാം ചെയ്യാനും നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കാനും നിങ്ങൾ വീടും നാടും വിട്ട് ഹിമാലയൻ ഗുഹകളിലേക്ക് ഒളിച്ചോടണമെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഒളിച്ചോടുന്നത് ഭീരുക്കളുടെ പണിയാണ്. വെല്ലുവിളിയുള്ളത് ഈ ലോകത്തിന്റെ നടുവിൽ നിന്ന് ഈ അപാനനെ നിയന്ത്രിക്കുന്നതിലാണ്. ക്രിയായോഗയിലെ മഹാനായ സിദ്ധൻ ലാഹിരി മഹാശയനെ നോക്കൂ. അദ്ദേഹം ഹിമാലയത്തിലെ ഗുഹയിലിരിക്കുന്ന ഒരു സന്യാസിയായിരുന്നില്ല. അദ്ദേഹം ഒരു ശുദ്ധ ഗൃഹസ്ഥനായിരുന്നു. ഒരു ഓഫീസിൽ അക്കൗണ്ടന്റായി സാധാരണ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുമുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ അപാനൻ എപ്പോഴും ഊർധ്വഗാമിയായിരുന്നു. അദ്ദേഹം ഓഫീസിലെ ഫയലുകൾക്കിടയിലായിരിക്കും ഇരിക്കുന്നത്. ആളുകൾ അദ്ദേഹത്തോട് ലോകകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രാണന്റെയും അപാനന്റെയും മഹാസംഗമം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അദ്ദേഹത്തിന്റെ ബോധം സഹസ്രാരത്തിൽ നിലകൊള്ളുമായിരുന്നു. തന്റെ ഊർജ്ജത്തിന്റെ പൂർണ്ണ യജമാനനാകാൻ ലോകം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം ലോകത്തിന് തെളിയിച്ചുകൊടുത്തു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അവബോധം മാറ്റുക മാത്രമാണ്. നിങ്ങളൊരു സന്യാസിയെപ്പോലെ കാട്ടിൽ പോയി ഇരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു സാക്ഷിദശ കൊണ്ടുവരിക മാത്രമാണ് വേണ്ടത്. ശ്വാസമെടുക്കുമ്പോൾ പൂർണ്ണബോധത്തോടെ ശ്വാസമെടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ പൂർണ്ണമായ അവബോധത്തോടെ കഴിക്കുക. പതുക്കെ പതുക്കെ അനാവശ്യമായ ഊർജ്ജചോർച്ച അവസാനിപ്പിക്കുക. ദേഷ്യത്തിലും അനാവശ്യ തർക്കങ്ങളിലും അനിയന്ത്രിതമായ വാസനകളിലും നിങ്ങളുടെ ജീവോർജ്ജത്തെ അഴുക്കുചാലിലേക്ക് ഒഴുക്കിക്കളയരുത്. മൂലബന്ധം എന്നത് നിങ്ങൾ ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം ചെയ്യുകയും ബാക്കി 23 മണിക്കൂർ മറക്കുകയും ചെയ്യേണ്ട ഒന്നല്ല. ഇതൊരു ജീവിതശൈലിയാണ്. നിങ്ങളുടെ ഊർജ്ജം എപ്പോഴും സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു രഹസ്യകല. നിങ്ങൾ മാർക്കറ്റിലെ തിരക്കിൽ നിൽക്കുകയായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുകയായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഊർജ്ജസ്വലമായ ഒരു പൂട്ട് വീണിരിക്കും.
നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ പുറം ലോകത്താണുള്ളത്, എന്നാൽ പുറം ലോകം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. കാറ്റില്ലാത്ത സ്ഥലത്ത് വച്ചിരിക്കുന്ന ഒരു വിളക്ക് ഒരിക്കലും ഇളകാത്തതുപോലെ എന്ന് ഗീതയിലെ ശ്ലോകത്തിൽ പറയുന്നതുപോലെ നിങ്ങളുടെ ബോധവും അത്രത്തോളം സ്ഥിരതയുള്ളതായി മാറും. ഒളിച്ചോടാതെ ഈ ലോകത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഊർജത്തിന്റെ പൂർണ്ണ യജമാനനാകുന്ന ആ ദിവസം ഈ അപാനവായു തിരികെ ഒഴുകും. ആ ദിവസം നിങ്ങളുടെ ഉള്ളിലെ കുണ്ടലിനി ഉണരും. ആ ദിവസം കാലം പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും.